സോ ഗൈസ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മാസം മുമ്പാണ് നമ്മുടെ സന്ദീപ് റെഡ്ഡി വാങ്ങിയ അണ്ണന്റെ സ്പിരിറ്റ് എന്ന് പറയുന്ന പടത്തിന്റെ ടീസർ ഇറങ്ങിയത്. അപ്പൊ ആ ഒരു പടത്തിൽ അവർ പ്രഭാസിന് കൊടുത്തേക്കുന്ന ടാഗ് എന്ന് പറയുന്നത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നാണ്. അങ്ങനെ ഒരു ടീസർ ഇറങ്ങി അങ്ങനെ ഒരു ടാഗ് പ്രഭാസിന് കൊടുത്തതിന്റെ പേര് എത്രത്തോളം കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് നമ്മൾ കണ്ടതാണ്. ഐ മീൻ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വാങ്ങിയ അണ്ണനെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. ആൾ എന്ത് പറഞ്ഞാലും കോൺട്രവേഴ്സിയാണ്, ആൾ എന്ത് ചെയ്താലും കോൺട്രവേഴ്സിയാണ്. ആൻഡ് ഇന്ത്യയിൽ ഇത്രയധികം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന മറ്റൊരു ഡയറക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അറിയാതെ കണ്ടന്റ് ഇത് മാറിപ്പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും ആരാണ് നമ്മുടെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ. സോ ഹൂ ഈസ് ദ റിയൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യ? അപ്പൊ എല്ലാവർക്കും വെൽക്കം. സോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രഭാസിന് ഇങ്ങനൊരു ടാഗ് കൊടുത്തതിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാം. വേറെ ഒന്നിനുമല്ല, പടത്തിനൊരു പ്രൊമോഷൻ ആകാൻ വേണ്ടി തന്നെയാണ്. ഇങ്ങനെ കുറെ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് അത് പടത്തിനൊരു പ്രൊമോഷൻ ആവുമെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി മനഃപൂർവ്വം കൊടുത്തേക്കുന്ന കാര്യം തന്നെയാണിത്. ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് പബ്ലിസിറ്റി നമുക്ക് പറയാം. ആൻഡ് ഇതിന് മുമ്പ് ആളുടെ പടത്തിന് ഇതുപോലെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയുടെ പേര് ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ആനിമൽ ഇറങ്ങിയ സമയത്ത് രൺബീറിന് ആളൊരു സൂപ്പർ സ്റ്റാർ പദവി കൊടുത്തായിരുന്നു. അതിന്റെ പേരിലും ചെറിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അന്ന് നമ്മുടെ വാങ്കെണ്ണം പറഞ്ഞ കാര്യം അത് ആൾക്ക് വേണ്ടിയിട്ട് കൊടുത്തൊരു പദവിയാണ്, അതാൾ മാറ്റത്തില്ലെന്നായിരുന്നു. സോ വാങ്കെണ്ണന്റെ പടങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട സംഭവമല്ല. എങ്കിൽ പോലും താങ്ക് യു വാങ്കെണ്ണ. അതായത് ആൾ ഇങ്ങനെ ഒരു ടാഗ് പ്രഭാസിന് കൊടുത്തോണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞ് കാട് കയറാതെ കാര്യത്തിലേക്ക് കിടക്കാം. സോ മെയിൻലി നമ്മൾ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഡിബേറ്റ് പ്രഭാസ് ഓർ SRK എന്നായിരുന്നു. ബട്ട് ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിബേറ്റ് വരുമ്പം ആ ഡിബേറ്റിൽ നമുക്ക് രജനീകാന്തിനെ ഇൻക്ലൂഡ് ചെയ്യാതെ സംസാരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ലിറ്ററലി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യമേ വരുന്നത് രജനീകാന്ത് എന്ന് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് SRK ആണോ പ്രഭാസ് ആണോ അതോ രജനീകാന്ത് ആണോ നമ്മുടെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നാണ്. സോ ഗൈസ് നമ്മൾ വെറുതെ ഒരാളാണ് സൂപ്പർ സ്റ്റാർ എന്നല്ല പറയുന്നത്. ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരെ 3 പേരെയും വെച്ച് കമ്പയർ ചെയ്ത് അതിൽ ആരാണ് ബെറ്റർ എന്ന രീതി നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലായിട്ടൊരു ഉത്തരം കണ്ടുപിടിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ആരാണ് ഓൾ ടൈമിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നും അതുപോലെ തന്നെ കറന്റ് സിനാരിയോയിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആരാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പോപ്പുലാരിറ്റി. ഈ ഒരു ഒറ്റ കാര്യത്തിൽ ഷാറൂഖ് ഖാനെ മുട്ടാൻ ഈ കൂട്ടത്തിൽ 2 പേർക്കും പറ്റത്തില്ല. ഐ മീൻ രജനീകാന്തും പ്രഭാസും ഒക്കെ പോപ്പുലർ തന്നെയാണ്, അവരുടേതായിട്ടുള്ള രീതിയിൽ അവരും പോപ്പുലർ ആണ്. ബട്ട് ഷാറൂഖ് ഖാന്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് അൺമാച്ചബിൾ ആണ്. ഒരാൾക്കും തൊടാൻ പറ്റാത്ത പോപ്പുലാരിറ്റിയാണ്. അതിപ്പോ ഇന്ത്യക്ക് അകത്തായിക്കോട്ടെ ഇന്ത്യക്ക് പുറത്തായിക്കോട്ടെ എനിക്ക് തോന്നുന്നില്ല ഷാറൂഖ് ഖാന്റെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ആക്ടർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഐ മീൻ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല, എങ്കിലും പറയുമ്പോൾ ഒരു ഫ്ലോയ്ക്ക്. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഒരു നോൺ ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കാണും. അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഷാറൂഖ് ഖാൻ. അതായത് നമ്മളൊരു നോൺ ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോൺവെർസേഷനിൽ ഏതെങ്കിലും രീതിയിൽ ഷാറൂഖ് ഖാൻ വരും. അത് ഉറപ്പാണ്. കാരണം അവർക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷാറൂഖ് ഖാനാണ്. ഐ മീൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഹോളിവുഡിൽ പോയി അഭിനയിച്ചേക്കുന്ന കുറെ ആക്ടേഴ്സ് ഉണ്ട്. അതിലിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇർഫാൻ ഖാൻ. ബട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അവരെക്കാളൊക്കെ പോപ്പുലർ ആണ് നമ്മുടെ ഷാറൂഖ് ഖാൻ പുറത്ത്. അതാണ് ഷാറൂഖ് ഖാന്റെ ലെവൽ ഓഫ് പോപ്പുലാരിറ്റി എന്നൊക്കെ പറയുന്നത്. അതൊന്നും ഇന്ത്യയിൽ വേറൊരാൾക്ക് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഇനി മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ ഓൾ ടൈം ആയിക്കോട്ടെ കറന്റ് സിനാരിയോയിലായിക്കോട്ടെ ഷാറൂഖ് ഖാൻ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടർ പോലും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഷാറൂഖ് ഖാൻ ആണ് മോസ്റ്റ് പോപ്പുലർ ആക്ടർ. സോ ഗൈസ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബോക്സ് ഓഫീസ് കൺസിസ്റ്റൻസി ആണ്. ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ട മെയിൻ ഒരു കാര്യമാണ് ബോക്സ് ഓഫീസ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ഹിറ്റ് കാര്യങ്ങളൊക്കെ തരിക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹിറ്റ് റേഷ്യോ ആണ് മെയിൻലി ഇവരുടെ കാര്യം നോക്കുന്നത്. ഗൈസ് ഒരു കാര്യം കൂടെ, ഞാൻ പറയാൻ പോകുന്ന ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് അത്ര ആക്യുറേറ്റ് അല്ല. കാരണം ഈ കുറെ പഴയ പടങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ഒന്നും വെർഡിക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല, എസ്പെഷ്യലി നമ്മൾ ഷാറൂഖ് ഖാന്റെ രജനീകാന്തിന്റെയും കാര്യത്തിൽ. സോ ബേസിക്കലി നമ്മൾ പറയാൻ പോകുന്ന ഒരു അപ്രോക്സിമേറ്റ് ഹിറ്റ് റേഷ്യോ ആണ്. ആദ്യം തന്നെ നമുക്ക് പ്രഭാസിൽ നിന്ന് തുടങ്ങാം. നമ്മൾ നോക്കുവാണെങ്കിൽ പ്രഭാസിനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഹിറ്റ് റേഷ്യോ ഉള്ളത്. പ്രഭാസ് ആളുടെ കരിയറിൽ ചെയ്തേക്കുന്ന ടോട്ടൽ എന്ന് പറയുന്ന ഒരു 24 സിനിമകളാണ്. അതിൽ ആളുടെ ഹിറ്റ് റേഷ്യോ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 35% to ഒരു 45%. ഇനി നമുക്ക് ഷാറൂഖ് ഖാന്റെ കാര്യം നോക്കാം. SRK ആളുടെ കരിയറിൽ ഓൾമോസ്റ്റ് 66 പടങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആളുടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 60% to 70% വരെയാണ്. ഇനി നമ്മൾ രജനീകാന്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ആളുടെ കരിയറിൽ ഓൾമോസ്റ്റ് 171 പടങ്ങളോട് ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. ആൻഡ് ആളുടെ ഹിറ്റ് റേഷ്യോ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 55% to 65% വരെയാണ്, ഓൾമോസ്റ്റ് നിയർ ടു SRK. ഇനി ഓൾ ടൈം ആയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തത് നമുക്ക് നോക്കാം. അഫ്കോഴ്സ് ഈ ഒരു ഡിബേറ്റ് രജനീകാന്ത് SRKയും തമ്മിൽ മാത്രമാണ്. കാരണം നമ്മൾ കണ്ടതാണ് പ്രഭാസിന്റെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ഓൾ ടൈമിൽ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട്
ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തത് രജനീകാന്താണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും രജനീകാന്തിനും SRKക്ക് ഓൾമോസ്റ്റ് സെയിം അല്ലേ ഹിറ്റ് റേഷ്യോ എന്ന്. ബട്ട് അതല്ല, ഇവിടെയാണ് നമ്മൾ അവർ രണ്ടുപേരും ചെയ്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് മൂവീസ് കൺസിഡർ ചെയ്യുന്നത്. അതായത് SRK ഓൾമോസ്റ്റ് 66 പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം രജനീകാന്ത് ആണെങ്കിൽ 121 പടങ്ങൾ, അതായത് ഓൾമോസ്റ്റ് SRKക്കാളും 3 ഇരട്ടി പടങ്ങൾ ചെയ്തിട്ടുണ്ട് രജനീകാന്ത്. സോ അതുകൊണ്ട് തന്നെ രജനീകാന്താണ് ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തിട്ടുള്ളത് ഓൾ ടൈം നമ്മൾ നോക്കുമ്പോൾ. ഗൈസ്, ഇത് കൂടാതെ രജനീകാന്തിന്റെ പേരിൽ ഒരു വലിയൊരു റെക്കോർഡുണ്ട്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഹിറ്റ് പേരിലുള്ള നടൻ. ഓൾമോസ്റ്റ് 16 ഇൻഡസ്ട്രി ഹിറ്റാണ് ആളുടെ പേരിലുള്ളത്. ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ കറന്റ് സിനാരിയോ നോക്കാം. കറന്റ് സിനാരിയോ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ലാസ്റ്റ് 10 വർഷത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. ലാസ്റ്റ് 10 വർഷത്തെ കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേന് ഏറ്റവും കുറവ് ഹിറ്റ് റേഷ്യോ ഉള്ളത് നമ്മുടെ രജനീകാന്തിനാണ്. ആളുടെ ലാസ്റ്റ് 10 വർഷത്തിനിടയ്ക്ക് ആളുടെ ഓൾമോസ്റ്റ് ഒരു 9 പടങ്ങളാണ് റിലീസ് ആയിട്ടുള്ളത്. അതിൽ 4 പടങ്ങൾ ഫ്ലോപ്പും 5 ഹിറ്റുമാണ്. അപ്പോൾ ആൾക്ക് ഓൾമോസ്റ്റ് ഒരു 55% ആളുടെ ഹിറ്റ് റേഷ്യോ ഉള്ളത്. ഇനി നമ്മൾ പ്രഭാസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ പ്രഭാസ് ഓൾമോസ്റ്റ് 7 പടങ്ങളാണ് ലാസ്റ്റ് 10 വർഷത്തിൽ ചെയ്തിട്ടുള്ളത്. അതിൽ 4 പടം ഹിറ്റും ബാക്കി 3 ഫ്ലോപ്പുമാണ്. സോ ആളുടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 57%. ഇനി നമുക്ക് ഷാറുഖ് ഖാന്റെ കാര്യത്തിൽ നോക്കാം. ഷാറുഖ് ഖാന്റെ കാര്യത്തിൽ ആള് ലാസ്റ്റ് 10 വർഷത്തിൽ ഒരു 9 പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൽ 3 പടങ്ങൾ ഫ്ലോപ്പും ബാക്കി 6 പടങ്ങൾ ഹിറ്റുമാണ്. ആൻഡ് ആളുടെ ഹിറ്റ് റേഷ്യോ വരുന്നത് ഓൾമോസ്റ്റ് 66%. ഇപ്പൊ നമ്മുടെ കറന്റ് സിനാരിയോയിൽ ലാസ്റ്റ് 10 വർഷത്തെ കണക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്നത് ഷാറുഖ് ഖാനാണ്. ഏറ്റവും കൂടുതൽ ഹിറ്റ് ഉള്ളത് ഷാറുഖ് ഖാനാണ്. ഈവൻ തോ പുള്ളി ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഹിറ്റും ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്നത് ഷാറുഖ് ഖാൻ തന്നെയാണ്. സോ കറന്റ് സിനാരിയോയിൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തേക്കുന്നത് ഷാറുഖ് ഖാൻ തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാൻ ബേസ് ആണ്. ആദ്യം നമുക്ക് ഓൾ ടൈം ഫാൻ ബേസ് നോക്കാം. ശരിക്കും ഓൾ ടൈം ഫാൻ ബേസ് നോക്കുമ്പോഴത്തേന് പ്രഭാസിന് ഇതിൽ വലിയ റോളില്ല. സോ ഈ ഡിബേറ്റ് എന്ന് പറയുമ്പോഴത്തേന് രജനീകാന്ത് വേഴ്സസ് ഷാറുഖ് ഖാൻ തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയും രജനീകാന്തിനാണ് കുറച്ചുകൂടി ഒരു ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൾട്ട് ഫാൻ ബേസ് ഉള്ളതെന്ന്. അഫ്കോഴ്സ് രണ്ടുപേർക്കും നല്ല ഫാൻ ബേസ് ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫാൻ ബേസ് ആണ് രണ്ടുപേരുടെയും. ബട്ട് ഈ കാര്യത്തിൽ ഞാൻ രജനീകാന്തിനെ പറയാൻ മറ്റൊരു റീസൺ ഉണ്ട്. അതായത് ഇവരുടെ രണ്ടുപേരെ ലോഞ്ചിവിറ്റിയാണ്. SRK ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 33 വർഷമായി. അതേസമയം നമ്മൾ രജനീകാന്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പൊ ആൾ 50 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഈ 50 വർഷത്തിൽ 45 വർഷമായിട്ടും ആള് സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അതിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ആൾ ഇപ്പോഴും ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ രജനീകാന്തിന്റെ ഫാൻ ബേസ് എന്ന് പറയുന്ന ഒരു 3-4 ജനറേഷനിൽ സ്പ്രെഡ് ആയി കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഇപ്പൊ ഓൾ ടൈം നോക്കുവാണെങ്കിൽ രജനീകാന്തിനാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതെന്ന്. ഇനി നമുക്ക് കറന്റ് സിനാരിയോ നോക്കാം. കറന്റ് സിനാരിയോയിൽ ഞാൻ രജനീകാന്തിനെ എടുക്കുന്നില്ല, കാരണം മറ്റൊന്നും അല്ല, ആളുടെ ഫാൻ ബേസ് നല്ല രീതിക്ക് ലാസ്റ്റ് 10 വർഷത്തിൽ കുറച്ച് ഇടിവ് വന്നിട്ടുണ്ട്. സോ ഇതെന്ന് പറയുമ്പോഴത്തേന് SRK വേഴ്സസ് പ്രഭാസ് ആണ്. കറന്റ് സിനാരിയോയിൽ ഞാൻ പറയും SRK തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഫാൻ ബേസ് ഉള്ളതെന്ന്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഞ്ചിവിറ്റി തന്നെയാണ്. SRKയുടെ ഫാൻ ബേസ് എന്ന് പറയുമ്പോഴത്തേന് ഒരു 2 തലമുറയിലേക്ക് സ്പ്രെഡ് ആയി കിടക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ പ്രഭാസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ആൾ ലാസ്റ്റ് 10 വർഷത്തിനിടയ്ക്കാണ് ഇത്രയും പൊങ്ങി വന്നത്. അതായത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ബാഹുബലിക്ക് ശേഷമാണ് പ്രഭാസിന് ഇന്ന് കാണുന്ന ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കറന്റ് ജനറേഷനിലുള്ള ആൾക്കാരാണ് മെയിൻലി പ്രഭാസിന്റെ ഫാൻസ് എന്ന്. ബട്ട് അതേസമയം നമ്മൾ SRKയുടെ കാര്യം നോക്കുവാണെങ്കിൽ കറന്റ് ജനറേഷനിലുള്ള ഒരു SRKയുടെ ഫാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇപ്പൊ കറന്റ് ജനറേഷന്റെ പേരൻസിലും SRKയുടെ ഫാൻസ് ഉണ്ട്. ആൻഡ് അത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ആണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ SRK ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നപ്പോഴത്തേന് ആളുടെ പടങ്ങൾക്ക് കിട്ടിയ സ്വീകാര്യത. സോ അതുകൊണ്ട് തന്നെ കറന്റ് സിനാരിയോയിൽ ഏറ്റവും ബെസ്റ്റ് ഫാൻ ബേസ് ഉള്ളത് SRKക്ക് തന്നെയാണ്. സോ ഈ 3 കാര്യങ്ങളാണ് മെയിൻലി ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ടത്. സോ നമ്മുടെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആരാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഇപ്പൊ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യ നമ്മൾ ഓൾ ടൈം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് രജനീകാന്ത് ആണ്. ആൻഡ് കറന്റ് സിനാരിയോയിൽ നോക്കുവാണെങ്കിൽ അത് SRK ആണ്. ആൻഡ് പ്രഭാസിന്റെ കാര്യം പറയുവാണെങ്കിൽ ആസ് ഓഫ് നൗ പ്രഭാസ് അല്ല ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യ. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പ്രഭാസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യ ആവും. സോ ആൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഭാവിയിൽ ആൾ വലിയൊരു സൂപ്പർ സ്റ്റാർ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഗൈസ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.